ചെമ്മീൻ മാങ്ങ തോരൻ വയ്ക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെമ്മീൻ 150 ഗ്രാം, 2 മാങ്ങ, മീഡിയം സൈസ് 2 മാങ്ങ തൊലി കളഞ്ഞതിന് ശേഷം വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, ഒരു സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നടുവേ പിളർന്നിട്ട് മുറിച്ചത്, കറിവേപ്പില ധാരാളം, ഉപ്പ് ആവശ്യത്തിന്. അരപ്പിനാവശ്യമായ തേങ്ങ, ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയ പച്ചമുളക്, നല്ല മൂത്ത നല്ല എരിവുള്ള പച്ചമുളകാണ്, 2 എണ്ണം വരെ നമുക്ക് ചേർക്കാം. നമ്മൾ അരിഞ്ഞും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ലേശം സവാള അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില 2 തണ്ട്. ഇത് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം. നമ്മൾ ആദ്യം ചെയ്യുന്നത് മാങ്ങയും ചെമ്മീനും സവാള പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം കൂടെ ഉപ്പും ചേർത്തിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചട്ടിയിലേക്ക് നമുക്കിതെല്ലാം കൂടെ മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്കിത് അരപ്പ് ഒതുക്കിയെടുക്കുകയും ചെയ്യാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് നമ്മുടെ ചട്ടി അടുപ്പിലേക്ക് വെച്ചു. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഒരു 150 ml വെള്ളമാണിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കത് പതുക്കെ ഒന്ന് ചൂടായി തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ ചെറു തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെമ്മീൻ ഒരുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീൻ നമ്മൾ മേടിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം നന്നായിട്ടത് വറുത്തെടുക്കണം. വറുത്തെടുത്ത് അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞാണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് മണ്ണ് കല്ലുമൊക്കെ ഈ കറിയിൽ കടിക്കും. മാങ്ങയും ചെമ്മീനും കൂടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. മാങ്ങ നന്നായിട്ട് വേകുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഞാൻ അരപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ഒട്ടും വെള്ളം ചേർക്കാതെയാണ്. അതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ അരപ്പരയ്ക്കുമ്പോഴും ലേശം ഉപ്പിട്ട് വേണം അരപ്പരയ്ക്കാനായിട്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. വീണ്ടും മൂടി വെച്ച് വേവിക്കാം. ചെമ്മീൻ മാങ്ങാത്തോരൻ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം അല്പം കൂടെ വെള്ളമുണ്ട് ഇതിനകത്ത്. പക്ഷെ ഞാൻ ഈ സമയം തന്നെ തീ ഓഫ് ചെയ്യാണ്. മൺചട്ടിയിലിരിക്കുന്നത് കൊണ്ട് ഇത് തന്നെത്താനെ തിളച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് പാകത്തിന് വെള്ളമായിട്ട് അതവിടെ ഇരിക്കും. ഒരുപാട് ഉണക്കിയ തോരനല്ല ഇത്, അല്പം വെറ്റായിട്ടിരിക്കുന്ന തോരനായിട്ട് നമ്മളിത് എടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ സ്റ്റേജിൽ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുകയാണ്. ഒരു 5-6 മിനിറ്റും കൂടെ ഇത് ഇങ്ങനെ തന്നെ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇത് തിളച്ച് പാകത്തിന് നനവായിട്ടത് അവിടെ ഇരിക്കും. അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നില്ല. തീ ഓഫ് ചെയ്ത് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ചെറുതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തീരെ വെള്ളമില്ല ഇതിൽ, ചെറുതായിട്ടൊരു നനവ് മാത്രമേ ഇതിലേക്കുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ചോറിൻ്റെ കൂട്ടത്തിൽ കപ്പയുടെ കൂട്ടത്തിൽ ഒക്കെ നന്നായിട്ട് യോജിക്കുന്ന ഒരു തോരനാണിത്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന കിച്ചൻ.